പ്രഫുൽ ഇവിടെ ഇവിടെ നോക്കൂ, ഇവിടെ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഇടയ്ക്ക് എന്തോ മധ്യസ്ഥ ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളിൽ കള്ളം പറയില്ല. അത് അങ്ങനെയാണ്, അങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത് സത്യസാക്ഷ്യമാണത്. സത്യസാക്ഷ്യം പറഞ്ഞിട്ട് മരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പ്രഫുൽ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറയാണ്. എന്തിനാണ് ഈ പറയുന്ന രാവന്തിയോളം അധ്വാനിച്ച്, ഈ പറയുന്ന പ്രവാസിയായി, ഈ പറയുന്ന കുഞ്ഞു കച്ചവടമൊക്കെ നടത്തി ജീവിച്ച് മക്കൾക്കും വയ്യാത്ത ആൾക്കാർക്കും ഒക്കെ സഹായമാവാൻ, തണലാവാൻ കൊണ്ടിട്ട പൈസ ചോദിച്ചിട്ട് വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കുന്ന? അപ്പോൾ എത്ര ക്രൂരമായി ആരോടൊക്കെ അവർ പെരുമാറുന്നുണ്ടാവണം? വിശാലമായ അന്വേഷണം വേണ്ടേ പ്രഫുൽ? തീർച്ചയായിട്ടും ആഷ്മി, കാരണം 10:30 കൂടിയാണ്, രാവിലെ 10:30 കൂടിയാണ് ഈ പറയുന്ന സുധീർ കുമാറിൻ്റെ വീട്ടിലെത്തി അദ്ദേഹം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത്. 10:30 എനിക്ക് ഏകദേശം മെസ്സേജ് അയക്കുന്നത് ഏകദേശം 9:30 മണിക്കാണ്. 9:30 മണിക്കാണ് എനിക്ക് ആദ്യത്തെ ആ മെസ്സേജ് അയച്ചതായിട്ട് കാണുന്നത്. 10:02 വരെ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1-2 മെസ്സേജ് അല്ല, ഒരു 10-14ഓളം വോയിസ് ക്ലിപ്പുകൾ തുടർച്ചയായിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. 10-14ഓളം വോയിസ് ക്ലിപ്പുകൾ ഞാൻ ഇന്ന് കോഴിക്കോട് മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ ആ വോയിസ് ക്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അയച്ച മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വിവരങ്ങൾ അത് പുറത്തറിയണം. അപ്പോൾ അത് ഞാൻ പുറത്ത് പറയും, അല്ലെങ്കിൽ അവസാനമെങ്കിലും നീതി വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കാം അദ്ദേഹം ആ വോയിസ് എനിക്ക് അയച്ചിട്ടുണ്ടാവുക. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതൊരിക്കലും കള്ളമല്ല. അത് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ആ വാക്കുകൾ ശ്രദ്ധിക്കുന്ന സമയത്ത്, ആ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഒരാളും പറയില്ല അത് കള്ളമാണ്. അത് തീർച്ചയായിട്ടും സത്യമാണ്, പൂർണ്ണമായ സത്യമാണ്. അതിൽ പറയുന്നുണ്ട്, അതിൽ ഈ പറയുന്ന ബഷീർ എന്ന് പറയുന്ന ബഷീർ അഹമ്മദ്, ആ ബഷീർ അഹമ്മദ് പോലീസിൽ പരാതി കൊടുത്തു എന്നുള്ളതിനെ കൊണ്ട് അദ്ദേഹത്തെ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കി. ഇദ്ദേഹം ഈ പരാതിയുമായിട്ട് ബാങ്കിലെത്തുന്ന സമയത്ത് ബാങ്കിൽ ഈ വിവരം അറിയാമായിരുന്നു, ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർക്ക്. അദ്ദേഹം പറയുകയാണ്, ബാങ്കിലെ ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. ബഷീർ അഹമ്മദിന് ചെറിയ ബാലൻസ് കിട്ടാത്ത പ്രശ്നമുണ്ട്, അതുകൊണ്ട് വണ്ടി നിങ്ങളുടെ നേരെ വന്നതായിരിക്കാം, അല്ലാതെ ബോധപൂർവം വന്നതല്ല എന്ന് ബാങ്കിലെ ആളുകൾ പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, ഇബ്രാഹിം ഹാജി പറയുന്നത്, തീർച്ചയായിട്ടും എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ, കൊല്ലാൻ, അതുപോലെ അപമാനിക്കാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയത്. നിജേഷ് ഒരു പക്ഷേ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് പരാതി കിട്ടിയിട്ടില്ല എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിജേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് UDFൻ്റെ ഉന്നതരായിട്ടുള്ള സമുന്നതരായ നേതാക്കന്മാരുടെ മുന്നിൽ മുഴുവൻ ഇദ്ദേഹം പരാതിയുമായി എത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വകുപ്പുകളിലാണോ പരാതി കൊടുക്കേണ്ടത് അവിടെയെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ മുന്നിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. നമ്മളെല്ലാവരും കുറ്റക്കാരാവുമല്ലോ. കെ ടി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ പാർട്ടിക്ക് അറിയാം, താങ്കളുടെ പാർട്ടിക്ക് അറിയാം, ഈ പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും പിഴവാണത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ നമുക്ക് എല്ലാവരും ചേർന്ന് ഒരുപക്ഷെ കാത്തുസൂക്ഷിക്കാൻ പറ്റുമായിരുന്നു. ആഷ്മി, ഞാൻ പറഞ്ഞല്ലോ, ഈ മെസ്സേജ് എനിക്ക് അയച്ചത് ഒരു പക്ഷേ കുറച്ച് സമയം കൂടി മുന്നേ എനിക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് മരിക്കില്ല. ആ കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവരോടും അദ്ദേഹം പരാതിപ്പെട്ടിട്ടുണ്ട്. അവസാനത്തെ മെസ്സേജ് അയക്കുമ്പോൾ വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു മരണമൊഴി അദ്ദേഹം വോയിസായി ഇട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷകളും അദ്ദേഹം അസ്തമിച്ചു. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് കോൺഗ്രസുമായി ഈ ബാങ്കിന്, ഈ പറയുന്ന സൊസൈറ്റിക്ക് ബന്ധമില്ല എന്നാണ്. എന്തൊരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാരാണ്. ഈ വടകരയുള്ള മുഴുവൻ ആളുകൾക്കും അത് നന്നായിട്ടറിയാം. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ബാങ്ക് അല്ലെങ്കിൽ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ കിട്ടുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർമാരായി വരുന്നവർ ലീഗുകാരോ കോൺഗ്രസ്സുകാരോ അല്ലാത്തവരുണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പറയുന്ന DCCയുടെ എല്ലാം അനുഗ്രഹാശീർവാദത്തോടു കൂടി നടക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ പറയുന്ന കടത്തനാട് ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് UDFന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. മുഖ്യമന്ത്രിയായിട്ട് PD സതീശൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ എന്നാലെങ്കിലും പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകുപ്പുണ്ടാകുമെന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകുക. മുൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഒരു നടപടി ഉണ്ടായില്ല. ഇനി VD സതീശൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ആ പ്രതീക്ഷയും അസ്തമിച്ചു. എന്ന് പറഞ്ഞാൽ UDFും
LDF-ഉം ഇവിടുത്തെ സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ ഒരേ നയമാണ്, ഒരേ തീരുമാനമാണ്, ഒരേ ഇടപെടലുകളാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പുമാണ് ഈ സഹകരണ മേഖലയിൽ നടക്കുന്നത്. ഇവിടെ പാവപ്പെട്ട സാധാരണക്കാർ, സാധാരണ ബാങ്കിലൊക്കെ പൈസ ഇടുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാരും പാവപ്പെട്ടവരാണ്, കള്ള പൈസ ഇടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ സാധാരണക്കാർ റിട്ടയർ ചെയ്ത് കിട്ടുമ്പോൾ പൈസ കുറച്ച് പൈസ ഇടുന്നവർ, അങ്ങനെയുള്ള സാധാരണക്കാരുടെ പൈസ കൊണ്ടാണ്, അവരെയാണ് പറ്റിക്കുന്നത് എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ എന്താ ഇത്ര മടി? UDF-ന്റെ DCCയുടെ സെക്രട്ടറി അല്ല എന്നാണ് വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞത്. കോൺഗ്രസ്സുകാരോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ മാറ്റിയോ? എപ്പോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല അദ്ദേഹത്തെ മാറ്റിയത്. അതുകൊണ്ട് ദയവ് ചെയ്തൊരു കാര്യം DCC പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത്, നിജേഷ് DCC പ്രസിഡന്റുകൾ പറഞ്ഞു കൊടുക്കണം, ഇവിടുത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തകരെ ഒന്ന് അറിയിക്കണമെന്ന്. ഏത് പത്രത്തിലാണ് കൊടുത്തത്? ഏത് ലെറ്റർ ഹെഡിലാണ് അത് പ്രസിദ്ധീകരിച്ചത്? നിങ്ങൾ ആരോടാണ് കള്ളം പറയാൻ നോക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.